വലിയ തിരിച്ചടിയാണ് എല്ലാ നേതാക്കൾക്കും ആം ആദ്മി പാർട്ടിയുടെ നേതാക്കൾക്കെല്ലാം തന്നെ ഉണ്ടായത്. നേരത്തെ ശ്രീജിത് ബാലകൃഷ്ണൻ പറഞ്ഞതുപോലെ 300-നും 500-നും വോട്ടിൻ്റെ വ്യത്യാസത്തിലൊക്കെയാണ് പലയിടങ്ങളിലും BJP ജയിച്ചിട്ടുള്ളത്. അവിടെ വോട്ടുകൾ വിഘടിക്കപ്പെട്ടു പോവുകയായിരുന്നു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലൊന്നും വലിയ നേട്ടം ഉണ്ടാക്കിയിട്ടില്ലാത്ത കോൺഗ്രസ് ഇത്തവണയും എല്ലാ സീറ്റുകളിലും 70 സീറ്റുകളിലും മത്സരിക്കുക എന്ന നിലപാടിലേക്ക് എത്തിയതോടെയാണ് ഇക്കാര്യത്തിൽ BJP കുറെ കൂടെ അനുകൂലമായിട്ടുള്ള നില രാഷ്ട്രീയമായിട്ടുണ്ടായത് എന്ന് കാണുന്ന ആളുകളുമുണ്ട്. പരസ്പരം മത്സരിക്കൂ, പോരാടൂ, എന്നിട്ട് സ്വയം ഇല്ലാതാകൂ എന്ന് അങ്ങേയറ്റം ദുഃഖം നിറഞ്ഞ പരിഹാസത്തോടെ ഒമർ അബ്ദുള്ള അല്പം മുമ്പ് ട്വീറ്റ് ചെയ്തിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും ഇന്ത്യ മുന്നണിയുടെ ഭാഗത്ത് നിന്നുള്ള കക്ഷികൾക്ക് ഇക്കാര്യത്തിലൊരു നിലപാട് ആ തരത്തിൽ വരാനാണ് സാധ്യത. അതുകൊണ്ട് തന്നെ ഡൽഹി തെരഞ്ഞെടുപ്പ് അവിടുത്തെ 70 സീറ്റുകളിൽ നിന്ന് മാറിയിട്ട് രാജ്യമാകെ വലിയ ചർച്ചകളിലേക്ക് പോകുന്ന ഒരു സാഹചര്യം വരികയാണ്. രാജ്യമാകെ വലിയ ചർച്ചകളായിട്ട് മാറും. അത് ഡൽഹിയിലെ തെരഞ്ഞെടുപ്പ് തോൽവി എന്നത് ഇതിനകം സെറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. തോൽവി സമ്മതിക്കുകയാണ് മനീഷ് സിസോദിയ നേരത്തെ ചെയ്തത്. കൂടുതൽ വിശദാംശങ്ങൾ പിന്നീട് പറയാം. പക്ഷേ തങ്ങൾക്കൊരു തോൽവി ഉണ്ടായിരിക്കുന്നു എന്ന കാര്യം ആം ആദ്മി പാർട്ടി സമ്മതിച്ചിരിക്കുന്നു. നരേന്ദ്രമോദി വൈകിട്ട് BJP ആസ്ഥാനത്തെത്തും. അദ്ദേഹം സർവ്വപ്രതാപിയായിട്ടുള്ള പ്രധാനമന്ത്രിയായിട്ടും അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയം സർവ്വപ്രതാപ രാഷ്ട്രീയമായിട്ട് രാജ്യത്തിൻ്റെ പ്രധാനപ്പെട്ട തീമായിട്ട് ഹിന്ദുത്വ രാഷ്ട്രീയം നിൽക്കുകയും ചെയ്ത കാലത്തെല്ലാം അവർക്ക് വലിയ തിരിച്ചടി നൽകി. 62-8 എന്ന നിലക്കൊക്കെ വലിയ തിരിച്ചടി നൽകിയിട്ട് രാജ്യ തലസ്ഥാനത്ത് അധികാരത്തിലിരുന്ന ആം ആദ്മി പാർട്ടി എന്ന താരതമ്യേന പുതിയ പാർട്ടി, താരതമ്യേന യുവ പാർട്ടിയായിട്ടുള്ള ആം ആദ്മി പാർട്ടി താഴേക്ക് പോവുകയാണ്. ആം ആദ്മി പാർട്ടിയെ എലിമിനേറ്റ് ചെയ്യുമെന്നാണ് നേരത്തെ രമേശ് ബിധേരിയ പറഞ്ഞതായി കേട്ടത്. അത് ഇല്ലാതാക്കുകയാണ് ചെയ്യുക എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതിഷി മർലേന മുഖ്യമന്ത്രി ആയിരുന്നയാൾ, അവരടക്കം പിന്നിലാണ്. അരവിന്ദ് കെജ്രിവാൾ ഒരു ഘട്ടത്തിൽ പിന്നിലായിരുന്നു, പക്ഷേ അദ്ദേഹം പതുക്കെ നില മെച്ചപ്പെടുത്തിയിട്ടുണ്ടെന്ന് വേണം കാണാൻ. എന്തായാലും ആം ആദ്മി പാർട്ടി തോൽവി സമ്മതിച്ചിരിക്കുന്നു. BJP അവിടെ അടുത്ത മുഖ്യമന്ത്രി ആരായിരിക്കുമെന്ന ചർച്ചകളിലേക്ക് പോയിട്ടുണ്ട്. അതേസമയം ഈ പറയുന്ന ഇന്ത്യ മുന്നണി, കോൺഗ്രസും ആം ആദ്മി പാർട്ടിയുമൊക്കെ ദേശീയ തലത്തിൽ പൊതുവായിട്ടെടുത്ത് നോക്കാൻ നിൽക്കുന്ന പ്രതിപക്ഷ ഇന്ത്യ മുന്നണിക്കകത്തെ വലിയ പ്രശ്നങ്ങളുടെ അനുരണനങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതിലായിരിക്കും ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ച ഇനി അങ്ങോട്ട് നടക്കുക. പ്രധാനമായിട്ടും കേരളത്തിൽ നിന്ന് നോക്കുമ്പോൾ കേരളത്തിലെ രാഷ്ട്രീയത്തിലടക്കം ഈ പറയുന്ന ഡൽഹിയിലെ തെരഞ്ഞെടുപ്പ് തോൽവി ആം ആദ്മി പാർട്ടിയുടേത്, ഡൽഹിയിലെ തെരഞ്ഞെടുപ്പ് വിജയം BJPയുടേത് വലിയ ചർച്ചകൾക്ക് കാരണമാകും. വയനാട്ടിൽ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും വന്ന് മത്സരിച്ചത് പോലും ആ ഘട്ടത്തിൽ ഇന്ത്യ മുന്നണിയുടെ മുന്നണി മര്യാദകൾക്ക് വിരുദ്ധമായിട്ടാണ് എന്ന തരത്തിലുള്ള ചർച്ചകൾ ആദ്യഘട്ടത്തിൽ രാഹുൽ ഗാന്ധി വന്ന് മത്സരിച്ചപ്പോൾ ഉണ്ടായിരുന്നു. പിന്നീട് തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം വിജയിക്കുകയും കോൺഗ്രസ് മറ്റൊരു തരത്തിലുള്ള മുന്നേറ്റം ഉണ്ടാക്കുകയും പ്രിയങ്ക ഗാന്ധി വീണ്ടും വന്ന് മത്സരിക്കുകയും ഒക്കെ ചെയ്തപ്പോൾ പതുക്കെ താഴേക്ക് ഇരുന്നതാണ് ആ ചർച്ച, ഒരല്പം താഴേക്ക് പതിഞ്ഞതാണ് ആ ചർച്ച. പക്ഷേ ഇന്ത്യ മുന്നണി എന്ന സംവിധാനത്തിനോട് കെജ്രിവാൾ തോറ്റു, അരവിന്ദ് കെജ്രിവാൾ തോറ്റു എന്ന വാർത്ത കൂടെ നമ്മുടെ മുന്നിലുണ്ട്. 1229 വോട്ടിന് പിന്നിലാണ് അരവിന്ദ് കെജ്രിവാൾ എന്ന വാർത്ത വരുന്നു. അത് തോറ്റു എന്ന് ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന വിവരം സത്യമാണെങ്കിൽ യഥാർത്ഥത്തിൽ അത് ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട, കെജ്രിവാൾ തോറ്റു, അരവിന്ദ് കെജ്രിവാൾ പരാജയപ്പെട്ടിരിക്കുന്നു. ന്യൂഡൽഹിയിൽ ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ സമീപകാലത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകളിൽ ഒന്നായിട്ട് വേണം നമ്മളതിനെ കാണാൻ. അത്ഭുതകരമായിട്ട് രാഷ്ട്രീയത്തിലേക്ക് എത്തുകയും രാഷ്ട്രീയത്തിൽ അത്യത്ഭുതകരമായിട്ടുള്ള റിസൾട്ട് ഉണ്ടാക്കുകയും ചെയ്ത അരവിന്ദ് കെജ്രിവാൾ അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിൽ തോറ്റിരിക്കുന്നു. ന്യൂഡൽഹി 2 തവണ ഭരിച്ച മുഖ്യമന്ത്രി അദ്ദേഹം രാജ്യത്തെ രാഷ്ട്രീയ നില കോൺഗ്രസിൻ്റെ പതിറ്റാണ്ടുകൾ നീണ്ട പിടിയിൽ നിന്ന് മാറിയിട്ട് BJPയുടെ ഹിന്ദുത്വ രാഷ്ട്രീയത്തിലേക്ക്, മുഖ്യധാര രാഷ്ട്രീയം BJPയുടെ ഹിന്ദുത്വ രാഷ്ട്രീയമായി മാറിയ കാലത്ത് അതിന് ബദലായിട്ട് രാജ്യ തലസ്ഥാനത്ത് തന്നെയും ബദൽ രാഷ്ട്രീയമുയർത്തി അതിശക്തനായിട്ടുള്ള ഒരു നേതാവായി നിന്നിരുന്ന അരവിന്ദ് കെജ്രിവാൾ അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ട ന്യൂഡൽഹി മണ്ഡലത്തിൽ തോറ്റിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കെജ്രിവാൾ തോറ്റു എന്നത് രാജ്യത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട അധ്യായം എന്ന നിലക്ക് തന്നെ കാണണം. ഞാൻ പറയുന്നത് രാജ്യത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ തന്നെ കെജ്രിവാൾ തോറ്റു എന്ന അധ്യായത്തിന് വളരെ പ്രാധാന്യമുള്ളൊരു ഇടമുണ്ടാകും എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് നിസ്സാരമായിട്ടുള്ള കാര്യമല്ല. അദ്ദേഹത്തിൻ്റെ പാർട്ടിയെ എലിമിനേറ്റ് ചെയ്യുമെന്നാണ് നേരത്തെ അദ്ദേഹത്തിൻ്റെ പാർട്ടിയുടെ മുഖ്യമന്ത്രിയായിരുന്ന അതിഷി മർലേനെ തോൽപ്പിച്ച രമേശ് ബിധൂരിയ പറഞ്ഞത്. കെജ്രിവാൾ തോറ്റിരിക്കുന്നു, അരവിന്ദ് കെജ്രിവാൾ തോറ്റു എന്ന് വെച്ചാൽ രാജ്യത്തെ പ്രതിപക്ഷത്തിനാകെ തന്നെയും മുഖമടച്ച് കിട്ടിയ ഒരടിയാണ് എന്നതാണ് അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. BJPക്ക് അങ്ങേയറ്റം വലിയ സന്തോഷകരമായിട്ടുള്ള കാര്യമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ന്യൂഡൽഹി പിടിച്ചെടുത്തിരിക്കുന്നു എന്ന് മാത്രമല്ല, അരവിന്ദ് കെജ്രിവാൾ തോൽക്കുകയും ചെയ്തിരിക്കുന്നു. ശരത് ലാൽ ചേരുന്നു. ശരത്, വിശദാംശങ്ങൾ എന്താണ്? സനീഷ്, ആം ആദ്മി പാർട്ടിയെ ഇപ്പോൾ അസ്തിത്വത്തെ പോലെ ചോദ്യം ചെയ്യുന്ന ഒരു പരാജയമാണ് കെജ്രിവാളിൻ്റെ പരാജയത്തോടുകൂടി പ്രതിഫലിക്കുന്നത്. നേരത്തെ കെജ്രിവാളിൻ്റെ വസതിയിൽ നമ്മൾ വസതിയിൽ വെച്ച് റിപ്പോർട്ട് ചെയ്തിരുന്നു. ആ സമയത്ത് തന്നെ കെജ്രിവാൾ ഒരു നേരിയ മുൻതൂക്കം 7500 വോട്ടിന് പിറകിൽ നിന്ന ശേഷം 200-500 വോട്ട് വരെ ലീഡ് മാത്രമാണ് കെജ്രിവാളിന് ഒരു ഘട്ടത്തിൽ നേടാൻ കഴിഞ്ഞത്. പിന്നെ അത് 200 വോട്ടിന് പിറകോട്ട് പോയി. പിന്നെ അതിനുശേഷം 300 വോട്ടോളം
ലീഡ് തിരിച്ചു പിടിച്ച കെജ്രിവാൾ പിന്നെ ലീഡ് ലഭിച്ചില്ല. നമ്മളത് അപ്പോൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഏതായാലും സനീഷ് പറഞ്ഞ മാതിരി കെജ്രിവാളിൻ്റെ പതനം ആം ആദ്മി പാർട്ടിക്ക് ഏറ്റവും വലിയ തിരിച്ചടിയാണ്. ഇതിൽ വളരെ ഒരു വ്യക്തമായ ഒരു കാര്യവും കൂടിയുണ്ട്. കാരണം കെജ്രിവാൾ തോറ്റിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം, ഈ കുറഞ്ഞ മാർജിനിൽ തോറ്റിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഷീലാ ദീക്ഷിതിൻ്റെ ഒരു കാലത്ത് അദ്ദേഹം കടപുഴക്കിയ അല്ലെങ്കിൽ തോൽപ്പിച്ചു വിട്ട ഷീലാ ദീക്ഷിതിൻ്റെ മകൻ സന്ദീപ് ദീക്ഷിതിൻ്റെ ഒരു സംഭാവന അതിൽ വളരെ വലുതായിരിക്കും എന്ന് നമുക്ക് പറയാതിരിക്കാൻ വഴിയില്ല. എത്ര വോട്ട് സന്ദീപ് ദീക്ഷിതിന് ലഭിച്ചു എന്ന കാര്യം നമുക്ക് പരിശോധിക്കേണ്ടതുണ്ട്. ഏതായാലും കെജ്രിവാളിൻ്റെ തോൽവി ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ഉയർന്നു വന്ന ഒരു താരകത്തിൻ്റെ പൊലിയലായി വേണം നമുക്ക് താങ്കളിലേക്ക് ഇന്ത്യൻ രാഷ്ട്രീയത്തിലേക്ക് ഉദിച്ചുയർന്നു വന്ന അരവിന്ദ് കെജ്രിവാളിന്റെ പൂർണ്ണമായിട്ടുള്ള പുലിയലാണോ എന്ന് സംബന്ധിച്ച് നമ്മൾ പ്രഖ്യാപനം നടത്തുക ഒരുപക്ഷെ ഈ ഘട്ടത്തിൽ ഒട്ടും ഉചിതമായിരിക്കുകയില്ല. പക്ഷേ എങ്കിലും രാഷ്ട്രീയമാണ് എന്തും സംഭവിക്കാം. പക്ഷേ ഇത് ഏറ്റവും പ്രധാനപ്പെട്ട, സനത്ലാൽ ഇപ്പോൾ പറഞ്ഞു നിർത്തിയ പോലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘട്ടമാണെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ആപ്പിന് വൻ തിരിച്ചടിയാണ്. ആപ്പിന് മാത്രമല്ല, രാജ്യത്തെ രാഷ്ട്രീയ പ്രതിപക്ഷത്തിനാകെ തന്നെയും നല്ല അടിയാണിത്. അവരുടെ തന്നെ ഉള്ളിലെ അന്തഛിദ്രങ്ങൾ കൊണ്ട് കൂടെയാണ് ഈ തോൽവി ഉണ്ടായത് എന്നത് കൂടെ പരിഗണിക്കുകയാണെങ്കിൽ പോലും, അതായത് ഷീലാ ദീക്ഷിതിൻ്റെ ഡൽഹി മുഖ്യമന്ത്രിയായിരുന്ന കോൺഗ്രസ് നേതാവ് ഷീലാ ദീക്ഷിതിൻ്റെ മകൻ സന്ദീപ് ദീക്ഷിതാണ് കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായിരുന്നത്. അവിടെ BJPയുടെ സ്ഥാനാർത്ഥി പർവേസ് വർമ്മയ്ക്ക് മുന്നിൽ അരവിന്ദ് കെജ്രിവാൾ തോൽക്കുമ്പോൾ ആ തോൽവിക്ക് കാരണമായ അദ്ദേഹത്തെ തോൽപ്പിക്കുന്ന ആളുകളിൽ സന്ദീപ് ദീക്ഷിതുമുണ്ട് എന്നാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്ന് വെച്ചാൽ രാജ്യത്തെ രാഷ്ട്രീയം ആകെ പരിഗണിച്ചാൽ, BJP രാഷ്ട്രീയവും അതിനെതിരായിട്ടുള്ള പ്രതിപക്ഷ രാഷ്ട്രീയവും ആകെ പരിശോധിച്ചാൽ കേരളത്തിൽ നിന്ന് നോക്കുമ്പോൾ പോലും അങ്ങേയറ്റം നിർണായകമായിട്ടൊരു വിധിയാണ് വന്നിരിക്കുന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അരവിന്ദ് കെജ്രിവാളിന് തോൽവി ഉണ്ടായിരിക്കുന്നു. ആം ആദ്മി പാർട്ടിക്ക് വമ്പൻ തിരിച്ചടി ഉണ്ടായിരിക്കുന്നു. അതിതീവ്രമായിട്ടുള്ള രാഷ്ട്രീയ ചർച്ചകളിലേക്ക് പോകുന്ന തരത്തിലുള്ള അതിസങ്കീർണമായിട്ടുള്ള കാര്യങ്ങളിലേക്ക്, വിശകലനങ്ങളിലേക്ക് നമ്മൾ പോകേണ്ടി വരും. ആപ്പിന് വൻ തിരിച്ചടിയാണ് ഉണ്ടായിരിക്കുന്നത്. ഇപ്പോൾ അല്പം മുമ്പ് ആം ആദ്മി പാർട്ടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ് അരവിന്ദ് കെജ്രിവാളിൻ്റെ പരാജയം മനസ്സിലാകുന്നതിന് മുമ്പ് തന്നെ ഉമർ അബ്ദുള്ള ഇട്ട ഈ ട്വീറ്റിനകത്ത് അതൊരു പ്രധാനപ്പെട്ട കാര്യമായിരുന്നു. നിങ്ങൾ പരസ്പരം തല്ലിക്കൊള്ളൂ എന്ന് അദ്ദേഹം പരിഹാസം കലർന്ന, സങ്കടം കലർന്ന ഒരു ട്വീറ്റ് നേരത്തെ ഉമർ അബ്ദുള്ള ഇട്ടിരുന്നു. അത് വലിയ തോതിൽ ആം ആദ്മി പാർട്ടിയും കോൺഗ്രസിൻ്റെയും അവിടെ പ്രത്യേകിച്ച് വലിയ സംഗതികളില്ലാതിരുന്ന, വലിയ രാഷ്ട്രീയ പ്രാധാന്യമൊന്നുമില്ലാത്ത, കേരളത്തിൽ രാഷ്ട്രീയ പ്രാധാന്യമുള്ള ഇടതു പാർട്ടികൾ അടക്കമുള്ളവർ വലിയ തോതിൽ ചർച്ച ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട വിവരമാണ് നമ്മുടെ മുന്നിലുള്ളത്. ന്യൂഡൽഹി മണ്ഡലത്തിൽ അരവിന്ദ് കെജ്രിവാൾ രാജ്യത്തെ രാഷ്ട്രീയ രംഗത്തേക്ക് ഏറ്റവും ഒടുവിലായിട്ട് ഉദിച്ചുയർന്നു വന്ന, എന്നാൽ ഏറ്റവും ഉജ്ജ്വലമായിട്ട് പ്രശോഭിച്ചുകൊണ്ടിരുന്ന ഡൽഹി മുൻ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ അദ്ദേഹം തോറ്റിരിക്കുന്നു. ശ്രീജിത് ബാലകൃഷ്ണൻ അവിടെ ചേർന്നു. ശ്രീജിത്ത്, വിശദാംശങ്ങൾ എന്താണ്? എന്ത് കാര്യങ്ങളാണ് അദ്ദേഹത്തിന് വലിയ തിരിച്ചടി ഉണ്ടാക്കി കൊടുത്തിരിക്കുന്നത്? അവസാനം വരെയും ഒരുപക്ഷെ അങ്ങ് രക്ഷപ്പെട്ടു പോകുമെന്നൊരു തോന്നൽ അരവിന്ദ് കെജ്രിവാളിൻ്റെ കാര്യത്തിൽ ഉണ്ടായിരുന്നെന്ന് തോന്നുന്നു, അല്ലേ? കഴിഞ്ഞ തവണ ഏതാണ്ട് 21,000-ന് മുകളിൽ വോട്ട് വാങ്ങി, അല്ലെങ്കിൽ ആ ഭൂരിപക്ഷത്തിൽ ജയിച്ച ഒരു വ്യക്തിയാണ് ഇപ്പോൾ ഏതാണ്ട് 2000 താഴെ ഭൂരിപക്ഷത്തിൽ പരാജയപ്പെടുന്നത് എന്നൊരു കാര്യം കൂടിയാണ് ഇതിൽ പറയാനുള്ളത്. ഈ കാലയളവിൽ അരവിന്ദ് കെജ്രിവാളിൻ്റെ ഒരു രാഷ്ട്രീയ ചരിത്രം, രാഷ്ട്രീയ ജീവിതം പരിശോധിച്ചാൽ അദ്ദേഹം നേരത്തെ സനീഷ് തന്നെ സൂചിപ്പിച്ച പോലെ ഒരു രാഷ്ട്രീയക്കാരനായിട്ടല്ല അദ്ദേഹത്തിൻ്റെ രംഗപ്രവേശം. IRS ഉദ്യോഗസ്ഥനായി രംഗപ്രവേശം ചെയ്യുന്നു. അത് കഴിഞ്ഞ് അഴിമതി വിരുദ്ധ പോരാട്ടത്തിൻ്റെ വക്താവായി, നേതാവായി മാറുന്നു. ആം ആദ്മി പാർട്ടിയെ പോലെ ഒരു പാർട്ടി രൂപീകരിക്കുന്നതിൻ്റെ ഭാഗമാകുന്നു. പിന്നീട് ആ പാർട്ടിയുടെ തലപ്പത്തേക്ക് അദ്ദേഹം വരുന്നു. ചൂലെടുത്തുകൊണ്ട് ഇന്ത്യയിലെ അഴിമതിക്കാരെ മുഴുവൻ തുടച്ചു നീക്കുമെന്ന് പ്രഖ്യാപിക്കുന്നു. ആ രൂപത്തിൽ അധികാരത്തിലേക്ക് എത്തുന്നു. ഡൽഹിയുടെ സമസ്ത മേഖലകളിലും, അതായത് ഡൽഹി നമ്മൾ കാണുന്ന പോലെയുള്ള ഡൽഹി അല്ലെങ്കിൽ പോലും ആ ഡൽഹിയുടെ സമസ്ത മേഖലകളും ഇടപെടുന്ന ഒരു നേതാവായി മാറുന്നു. സാധാരണക്കാർക്ക് വേണ്ടി, ഇടത്തരക്കാർക്ക് വേണ്ടി, മധ്യവർഗത്തിന് വേണ്ടി പദ്ധതികൾ പ്രഖ്യാപിക്കുന്നു. അവർക്ക് അനുകൂലമായ നിലപാടുകൾ എടുക്കുന്നു. അതിനുശേഷം പതിയെ ഇപ്പോൾ ഏറ്റവും അവസാനത്തിലേക്ക് കടന്നാൽ ഒരു മൃദു ഹിന്ദുത്വ സമീപനത്തിലേക്ക് മാറുന്നു. ഇങ്ങനെ പല കാലങ്ങളിൽ ചാഞ്ചാടിയും നിലപാടുകളിൽ മാറ്റം വരുത്തിയും ഒക്കെ ഇടപെട്ട് അത്യപൂർവ്വം സക്സസ്ഫുൾ നേതാക്കന്മാർ, അതായത് മത്സരിക്കുന്ന ആദ്യ തെരഞ്ഞെടുപ്പിൽ തന്നെ ജയിക്കുന്നു. ആ തെരഞ്ഞെടുപ്പിൽ തന്നെ അദ്ദേഹം മുഖ്യമന്ത്രിയാകുന്ന ഘട്ടത്തിലേക്ക് എത്തുന്നു. അടുത്ത തെരഞ്ഞെടുപ്പിൽ എത്തുമ്പോഴേക്കും വലിയ ഭൂരിപക്ഷത്തിൽ സർക്കാർ ഉണ്ടാക്കുന്നു, അതായത് ഒരു പുതിയ പാർട്ടി ഉണ്ടാക്കുന്നു. ആ പാർട്ടിയെ തെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിക്കുന്നു, അതിൽ ജയിക്കുന്നു. തുടർന്ന് അടുത്ത തെരഞ്ഞെടുപ്പിൽ എത്തുമ്പോഴേക്കും മുഖ്യമന്ത്രിയായി മാറുന്നു. ആ മനുഷ്യനാണ്, ആ വ്യക്തിയാണ്, ആ രാഷ്ട്രീയ നേതാവാണ് ഇപ്പോൾ ന്യൂഡൽഹിയിൽ ഇന്ത്യയുടെ രാജ്യ തലസ്ഥാനത്തെ മണ്ഡലത്തിൽ പരാജയപ്പെടുന്നതിന് കാരണങ്ങൾ നിരവധിയുണ്ട്. അവിടെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിട്ടുള്ള സന്ദീപ് ദീക്ഷിത് ഏതാണ്ട് 3500-ലധികം വോട്ടുകൾ ഇപ്പോൾ തന്നെ പിടിച്ചിട്ടുണ്ട്. അതായത് ഇദ്ദേഹത്തിൻ്റെ ഭൂരിപക്ഷത്തെ അല്ലെങ്കിൽ സ്വാധീനിക്കുന്ന രൂപത്തിൽ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി വോട്ട് പിടിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കെജ്രിവാളിനെതിരെ എല്ലാവരും, നരേന്ദ്രമോദി ഒരു പകുതി മാത്രമാണ് നരേന്ദ്രമോദി കെജ്രിവാളിനെതിരെ വിമർശനങ്ങൾ, അഴിമതി ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുള്ളതെങ്കിൽ കോൺഗ്രസ് നേതാവായ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും അടക്കമുള്ള ആളുകൾ കെജ്രിവാളിനെ നേരിട്ട് ആക്രമിക്കുകയും വിമർശിക്കുകയും ചെയ്യുന്ന സാഹചര്യം, അതൊരു വലിയ അസാധാരണമായ രാഷ്ട്രീയ സാഹചര്യം ഡൽഹിയിൽ ഉണ്ടാകുന്നു. ഇങ്ങനെ പല രൂപത്തിൽ
കെജ്രിവാൾ കൊണ്ടുവന്ന നയങ്ങളിൽ നിന്നും വ്യതിചലിച്ച് BJPയുടെ നയങ്ങൾ പോലെയായി ആം ആദ്മി പാർട്ടി എന്ന രൂപത്തിൽ ജനങ്ങൾക്ക് ചിന്തയുണ്ടാകുന്നു. ഒപ്പം കോൺഗ്രസും പ്രധാനമന്ത്രി അതായത് BJPയും കോൺഗ്രസും ഒരേപോലെ കെജ്രിവാളിനെ വിമർശിക്കുന്നു. കോൺഗ്രസിൻ്റെ സാധാരണ നേതാക്കന്മാരായ അല്ലെങ്കിൽ രണ്ടാം നിര നേതാക്കന്മാരുടെ നിലയിൽപ്പെടുന്ന അജയ് മാക്കൻ വിമർശിക്കുന്ന പോലെയല്ല രാഹുൽ ഗാന്ധി നേരിട്ടിറങ്ങി അരവിന്ദ് കെജ്രിവാളിനെ വിമർശിക്കുന്നത്, ആരോപണങ്ങൾ ഉന്നയിക്കുന്നത്. അദ്ദേഹം ഒരു ഗുണ്ടാ നേതാവാണ്, അദ്ദേഹത്തിന് ഡൽഹി ഭരിക്കാൻ അറിയില്ല എന്ന രൂപത്തിലുള്ള വിമർശനങ്ങൾ കോൺഗ്രസും കൊണ്ടുവരുന്നു. അതായത് കെജ്രിവാളിനെ വളഞ്ഞിട്ട് ആക്രമിക്കുന്ന രൂപത്തിലേക്ക് അല്ലെങ്കിൽ അത്തരം ആക്രമണങ്ങൾക്ക് നിന്നു കൊടുക്കേണ്ട ആളായി കെജ്രിവാൾ മാറുന്നു. ഈ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പായി അദ്ദേഹം ജയിലിൽ പോയ സാഹചര്യം, മദ്യനയ അഴിമതി കേസിൽ ജയിലിൽ പോകുന്നു. അതിനുശേഷം തിരിച്ചു വന്ന് ഇനി ഞാൻ മുഖ്യമന്ത്രി കസേരയിലേക്കില്ല, ഞാൻ ജനങ്ങളുടെ കോടതിയിൽ പോയി ജയിച്ചു വന്നതിന് ശേഷമായിരിക്കും മുഖ്യമന്ത്രി ആകുക അല്ലെങ്കിൽ മുഖ്യമന്ത്രി കസേരയിൽ ഇരിക്കുക എന്ന് പ്രഖ്യാപിച്ച നേതാവാണ് ജനങ്ങളുടെ കോടതിയിൽ അദ്ദേഹം പരാജയപ്പെടുന്നത്. അത് ഇനി ഒരുപക്ഷെ ആപ്പിൻ്റെ രാഷ്ട്രീയത്തിൽ മാത്രമല്ല അരവിന്ദ് കെജ്രിവാളിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിലും രാഷ്ട്രീയ ജീവിതത്തിലും വലിയ പ്രത്യാഘാതങ്ങൾ അല്ലെങ്കിൽ വലിയ ചലനങ്ങൾ ഉണ്ടാക്കാവുന്ന ഒരു തെരഞ്ഞെടുപ്പ് വിധിയാണിത്. ഒരുപാട് ഇന്ദിരാഗാന്ധി അടക്കമുള്ള ആളുകൾ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ട ശേഷം പൂർവാധികം ശക്തിയായി തിരിച്ചു വന്ന രാഷ്ട്രീയമുള്ള നാടാണ് ഇന്ത്യ. പക്ഷേ അരവിന്ദ് കെജ്രിവാളിനെ സംബന്ധിച്ച് എല്ലാ അർത്ഥത്തിലും എല്ലാവരും ഒന്നിച്ച് ഒരേ രൂപത്തിൽ അരവിന്ദ് കെജ്രിവാളിനെതിരെ മത്സരിക്കുന്നു. അതിൽ ഇടതു പാർട്ടികളുണ്ട്, കോൺഗ്രസ് ഉണ്ട്, BJP ഉണ്ട്, സമാജ്വാദി പാർട്ടിയുണ്ട്, BSP ഉണ്ട്, മജ്ലിസ് പാർട്ടിയുണ്ട്. അങ്ങനെ എല്ലാ പാർട്ടികളും കെജ്രിവാളിൻ്റെ പാർട്ടിക്കുമെതിരെ മത്സരിക്കുന്നു. എല്ലാ അർത്ഥത്തിലും കെജ്രിവാളിൻ്റെ പാർട്ടിക്കും കിട്ടുന്ന വോട്ടുകൾ സ്പ്ലിറ്റായി പോകുന്നു. ആ രൂപത്തിൽ അങ്ങനെ വലിയ രാഷ്ട്രീയ ചലനങ്ങളാണ് ഡൽഹിയിൽ കഴിഞ്ഞ 2 മാസത്തിനിടയിൽ ഉണ്ടായത്.